ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം പൊട്ടറ്റോ ബോയിൽ ചെയ്യാനായിട്ട് കുക്കറിൽ വെക്കാം. ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ എടുത്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്, അല്ലെങ്കിൽ വെള്ളം കയറും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 3 വിസിൽ കൊടുത്ത് കുക്ക് ചെയ്യുക. മീൻവെൽ നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ മീൻവെൽ നമുക്ക് മസാലയുടെ പ്രിപ്പറേഷനും വേണമല്ലോ. അപ്പോൾ 2 സവോള, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി, 1 പച്ചമുളക്, ഇതെല്ലാം ചോപ്പറിലിട്ട് നല്ല ഫൈൻലി ചോപ്പ് ചെയ്തെടുത്ത ശേഷം ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റുക. 1 പിടി മല്ലിയിലയും കൂടി ഇടുക, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വഴറ്റുക. ഒരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്ന ടൈമിൽ കുരുമുളക് പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. കാരണം ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയ ശേഷം നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ചോപ്പറിൽ തന്നെ ഇട്ട് നല്ലോണം ചോപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, നല്ലോണം ഇളക്കുക. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം സ്പൂൺ വെച്ചൊക്കെ നല്ലോണം സ്മാഷ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം സ്മാഷർ തന്നെ എടുക്കേണ്ടി വന്നു. സോ ഓൾവേസ് ട്രൈ വിത്ത് ദ സ്മാഷർ. അപ്പോൾ നല്ലോണം സ്മാഷായി ബൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് എല്ലാം റൗണ്ട് ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എനിക്ക് കുഞ്ഞിലേ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ കട്ട്ലറ്റ് ഞാൻ ഫസ്റ്റ് സെക്ഷൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് എഗ് ബൈറ്റിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്ത് മാറ്റി മാറ്റി വെക്കുക കേട്ടോ. ബ്രെഡ് ക്രംസ് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു പാനിൽ അല്ലെങ്കിൽ കടായിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായോ എന്ന് നോക്കാനായിട്ട് ആദ്യം ഒരു പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 3 വെച്ചാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ കട്ട്ലറ്റ് ഒന്നും പൊട്ടിയിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ നമ്മൾ ആദ്യം ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ വെച്ചത്. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബൈൻഡുമായി വന്നിട്ടുണ്ട്. വെള്ളവും കുറവാണ്. അപ്പോൾ നമുക്ക് പൊട്ടാതെ തന്നെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആട്ടോ. അപ്പോൾ നമ്മൾ ഈ കട്ട്ലറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് കുഞ്ഞിലേ തൊട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ടിൽ നൗ. ഇതിനെ തോപ്പിക്കാൻ വേറെ ഒന്നുമില്ല. കാരണം ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ വാല്യുബിൾ ഫീഡ്ബാക്സ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.